പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ 2021 ആദ്യ വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സുലൈമാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും അതുകൊണ്ട് എങ്ങനെയാണ് മേക്ക് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായതാൽ അത് പൂർണ്ണമായിട്ടും ഇതിൽ ക്ലിയർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ 5000 ഫോളോവേഴ്സിന് നമ്മളൊരു ഗീവ് സെറ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് അന്ന് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് വന്ന്, അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗീവ്. ആ വീഡിയോ ഒന്ന് ആദ്യം പോയി കണ്ടുവരാം, അതിന് ശേഷം ഇതിലേക്ക് കിടക്കാം. ഓക്കെ, 5000 ഫോളോവേഴ്സിൻ്റെ വിന്നർക്ക് സാധനം കൊടുക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡയമണ്ട് സെലക്ടറാണ് നമുക്ക് വിന്നറായിട്ടുള്ള വ്യക്തി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഫാറൂഖ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ഡിലേ ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഏകദേശം 7K അടുത്ത് ഫോളോവേഴ്സ് അയക്കുന്നു. ഇത്രയും ഡിലേ വരാനുള്ള കാരണം ആ സമയം ഡെലിവറി അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ കാലിക്കറ്റ് വരുന്ന സമയത്ത് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഏതായാലും ഇപ്പോൾ പുള്ളിക്കാരൻ നമ്മളെടുത്ത് അവിടെ എത്തിക്കുന്നത്. എന്താ പേര് പറഞ്ഞാൽ ഒന്ന് ഉറക്കെ പറഞ്ഞത്? ഫാറൂഖിനാണ് പേര്. എവിടെ സ്ഥലം? ചെറുപ്പശ്ശേരി. പാലക്കാട് നിന്ന് കാലിക്കറ്റിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റാണിത്, അതായത് നമ്മൾ പറഞ്ഞ ഡയമണ്ട് സെലക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും ഡിലേ വരാനുണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഡെലിവറി ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരന് പറഞ്ഞിരുന്നു നാട്ടിൽ, അതായത് കാലിക്കറ്റ് വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സുലൈമാനി ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ സുലൈമാനി കിട്ടുന്ന ടെസ്റ്റുകളൊക്കെ നമുക്കൊന്ന് ആദ്യം കണ്ടുവരാം. അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോകാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിന് എത്ര ടെസ്റ്റ് കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെ ടെസ്റ്റ് കിട്ടുന്നുള്ളത് അതിനെക്കുറിച്ച് ഏതായാലും ഇതിൻ്റെ ടെസ്റ്റിൻ്റെ എന്താണ് സത്യാവസ്ഥ ഉള്ളത് ലാസ്റ്റ് ഞാൻ വിശദീകരിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്ത് എടുത്തത് എന്നൊന്ന് വീഡിയോ പോയി കണ്ടു. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്റ്റോൺ സെറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ഇവിടെ റെഡി ആക്കി ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഇത് നമുക്ക് വീടിൻ്റെ പ്ലാസ്റ്ററിൻ്റെ ഗ്യാപ്പൊക്കെ അടിക്കാൻ വേണ്ടി പെയിൻറ്റിങ്ങുകാർ ഉപയോഗിക്കുന്ന ഒരു ഇതാണിത്. പിന്നെ ഒരു കുട്ടിയും പ്ലേറ്റ്, അതായത് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റോൺ കേട്ടോ, മെയിനായിട്ട് ഇതാണ്. ഇതൊരു മരത്തിൻ്റെ കഷ്ണമാണ്. പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ, പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു ബ്രഷ്, പിന്നെ പെയിൻറ്റ് ബ്ലാക്ക് പെയിൻറ്റ്, പിന്നെ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു പേപ്പറാണത്. 220 പേപ്പറാണ് കേട്ടോ. ഓക്കെ, നമുക്ക്
ഇതിൻ്റെ ബാക്കി വർക്കിലേക്ക് പോകാം.
മനസ്സിലായല്ലോ. കാരണം ആ കെമിക്കൽ ഉപയോഗിച്ചത് കൊണ്ടാണ്, അതായത് ഇതിൻ്റെ സൗണ്ട് സ്റ്റോണിൻ്റെ അതേ സൗണ്ട് കേൾക്കുന്നത്. അതായത് ഇമ്മ തട്ടുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ കഴിയും. സ്റ്റോണിൻ്റെ സൗണ്ടാണ് ഇമ്മ കിട്ടുന്നത്. അതായത് മരത്തിൻ്റെ സൗണ്ട് അല്ലാണ്ട് സ്റ്റോണിൻ്റെ സൗണ്ട് കിട്ടുന്നതിൻ്റെ മെയിൻ കാരണം ഇമ്മ നമ്മൾ ആ കെമിക്കൽ, അതായത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ആ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൗണ്ട് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ മരമാണ്, ഇതിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ പീസാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഉണ്ടാക്കുന്നത് പൊന്തി നിൽക്കുന്നത്. ആ കറക്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു വാട്ടർ ടെസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമതായിട്ടുള്ള ടെസ്റ്റ് എന്ന് വെച്ചാൽ നീഡിലാണ്. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോണും ആവശ്യമില്ല. അത്യാവശ്യം നമ്മളെ കൈമിലാ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം താഴ്ചയ്ക്ക് തീർങ്ങും. ഇതിലും താഴ്ചയ്ക്ക് ആരും വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത്ര താഴ്ചയിലെ ഈ നീഡിലെ ടെസ്റ്റ് എടുക്കും. അല്ല, അത്യാവശ്യം കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഈ പവറോടും പഞ്ച് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും ഇത് സത്യമാണ്, സ്റ്റോണൊന്നും കൈമേലില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഇത്ര മാത്രമല്ല. ഒരു അത്യാവശ്യം നോർമലി ആരെ ശരീരത്ത് കുത്തിയാലും ചെറുതല്ല, പറ്റ തൊലി കട്ടി കുറവുള്ള കുത്തിയാൽ ഡയറക്റ്റ് എന്തായാലും കയറി. അത്യാവശ്യം തൊലി കട്ടിയുള്ളതാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഇറക്കാൻ കഴിയും. അപ്പോൾ എൻ്റെക്കാട്ടും പിന്നെ തൊലി കട്ടി കൂടുതൽ ഉള്ളവരുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അവർ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് പ്രായം കൂടുതലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ഇതാണ്. അപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റ് നമ്മളെ കത്തിൻ്റെ ടെസ്റ്റാണ്. നമ്മൾ കത്തിൻ്റെ ടെസ്റ്റ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ കത്തി എടുത്ത് വെട്ടുന്നത്. കത്തിക്ക് മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കത്തിൻ്റെ ഈ വെട്ടുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല, മുറിയൂല. ഇത് നമ്മൾ എത്ര പഞ്ച് ചെയ്ത് വെട്ടിയാലും ഉണ്ടാവില്ല, ഇവിടെ മുറിയൊന്നും പറ്റില്ല. പക്ഷേ ചെറിയ ചോപ്പും വരകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് വെട്ട് കുടുങ്ങിയതിൻ്റെ ഒരു പാട്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഈ ടെസ്റ്റാണ്, അതായത് വെട്ടുക. അത് ചിലത് എത്ര മൂർച്ച ഉണ്ടെങ്കിലും ഈ വെട്ടിയാൽ ഒറ്റയടിക്ക് ഉണ്ടാവില്ല, മുറിയൂല. അതാണ് ഇതിൻ്റെ കത്തിൻ്റെ ടെസ്റ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ എയർ കട്ടിങ്ങിൻ്റെ ടെസ്റ്റാണ് പിന്നെ ഒന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചാൽ അത് കട്ടാവും. പക്ഷേ ഇത് നിങ്ങളുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രിപ്പാക്കിയാൽ കട്ടാവില്ല, മുടി കട്ടാവില്ല. എത്ര പവറിൽ പിടിച്ചാൽ ഒന്ന് ഗ്രിപ്പാക്കി കൊടുക്കുക. കാരണം എത്ര മൂർച്ചുള്ളതാണെങ്കിലും ഈ ഗ്രിപ്പിൽ എന്താവില്ല, കട്ടാവില്ല, മുടി കട്ടാവില്ല. അത് കുറച്ച് മുടി ഒന്ന് പോരാ, അത്യാവശ്യം പിന്നെ ക്വാണ്ടിറ്റി എടുത്തിട്ട് എന്താക്കുക, ആ ഗ്രിപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെരിച്ച് കൊടുക്കുക. അതായത് ഈ ഭാഗം ഒന്ന് ചെരിയണ സമയത്ത് എന്താവില്ല, ഈ മുടി കട്ടാവില്ല. പക്ഷേ പിന്നെ വീഡിയോയിൽ കാണുന്ന സമയത്ത് കറക്റ്റ് തോന്നുന്നത് എന്താണ്, ഈ മുടി കട്ടാവുന്നത്. ഇങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ഈ നഖത്തിൻ്റെ ടെസ്റ്റാണ്, നഖത്തിൻ്റെ നഖം വെട്ടി എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം, അല്ലാതെ ഇങ്ങനെ സ്ഥിതിയായിട്ട് ഉണ്ടായിട്ടോ. അതേപോലെ തന്നെ സുലൈമാനി സ്റ്റോണിനെ കുറിച്ച് പറയാൻ ചരിത്രപരമായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേങ്കിൽ ഇതിൽ ഇപ്പം നടക്കുന്നത് 99.9% ഫൈക്കാണ്. ഇങ്ങനത്തെ ഓരോ ഉടായ്പ് കേസിട്ട് ഇങ്ങനത്തെ ടെസ്റ്റോ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിയാണ്. വാട്ടർ ടെസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, കറക്റ്റ് മോളിൽ തന്നെ പൊന്തി നിൽക്കും. പിന്നെ ഞാൻ മേക്ക് ചെയ്ത സ്റ്റോൺ എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ല. കാരണം നമുക്കൊരു അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സ്റ്റോണാണിത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ വന്ന് ചോദിച്ചിരുന്നു, അതായത് ഇത് എന്താണ്, ഇതിൻ്റെ സത്യാവസ്ഥ ഫുള്ളായിട്ടൊന്ന് വിശദീകരിച്ച് തരുമോ ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ സാധാരണ ഗ്രാനൈറ്റിൻ്റെ പീസ് നൈസായിട്ട് ഒട്ടിച്ച് കൊടുത്താലും ഇതിലൊക്കെ പെർഫെക്റ്റ് ആയി, അതായത് നാച്ചുറലായിട്ടുള്ളത് കിട്ടും. ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെ തൽക്കാലത്തേക്ക് ഒരു ഒപ്പിക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കാണാം. നമുക്ക് അതായത് ഇതിനോട് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ നാച്ചുറൽ സ്റ്റോൺ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, മരത്തിൻ്റെ പീസായിരിക്കും. അതുകൊണ്ടാണ് ഈ വാട്ടർ ടെസ്റ്റോ കിട്ടുന്നത്. ആ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ആരും ഇതേപോലത്തെ ചതിയിലൊന്നും പോയി പെടാതിരിക്കാം. അതാണ് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് ആരും ഈ ചതിയിൽ പോയി വീഴാതിരിക്കാൻ, അതായത് 10-15 കോടി രൂപയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വഞ്ചിതരാകുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ആൾക്കാർ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി വെച്ചിങ്ങനെ ലോക്കാവുന്നൊക്കെ ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതൊന്നും ആരും പോയി പെടാതിരിക്കാം. അതായത് എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.